ആ പീറ്റർ ഉണ്ടാവുക അല്ലേ? ആ വരൂ, ഇരിക്കൂ. പീറ്റർ വീട്ടിലൊക്കെ എങ്ങനെയാണ്? വീട്ടിൽ നിന്ന് പഠിക്കാറൊക്കെ ഉണ്ടോ? അങ്ങനെയല്ല, ഞങ്ങൾ കഴിഞ്ഞ പരീക്ഷയിൽ അവന് ഫസ്റ്റ് ടേം എക്സാമിനേഷനിൽ അവന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. മാത്സിൽ അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് സെക്കൻഡ് ടേം എക്സാമിനേഷനിൽ നോക്കുമ്പോൾ അവന് വളരെ കുറവ് മാർക്കാണ്. പിന്നെ അവൻ ഫെയിൽഡ് ആവുകയാണ് ചെയ്തത്. 2 സബ്ജക്റ്റിലാണ് അവൻ ഫെയിൽഡ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള സബ്ജക്റ്റിലൊക്കെ ഫെയിൽഡ് ആയിട്ടില്ല എന്നുള്ളൂ, ജസ്റ്റ് പാസ്സാണ്. സയൻസിലൊക്കെ ജസ്റ്റ് പാസ്സാണ്. ഇംഗ്ലീഷിൽ പിന്നെ ജസ്റ്റ് പാസ് എന്നല്ല, ഇംഗ്ലീഷിൽ നല്ല മാർക്കൊക്കെ ഉണ്ട്. നിങ്ങൾ അവനെ കുറച്ചും കൂടി ശ്രദ്ധിക്കണം കേട്ടോ. മാഡം, എൻ്റെ ഹസ്ബൻഡ് പുറത്താണ്. അപ്പോൾ ഞാൻ എൻ്റേതായ ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ രാത്രിയാകും. ഏകദേശം ഒരു 8 മണി 9 മണിയൊക്കെ ആവും. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ പിന്നെ വീട്ടിലേതായ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനുണ്ടാവുമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് ഇവൻ്റെ പഠിപ്പൊക്കെ നോക്കാമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 2 മക്കളുണ്ട്. ഇവരെ 2 പേരുടെയും പഠിപ്പൊക്കെ നോക്കാമെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ മിസ്സ് പറഞ്ഞല്ലോ, ഞാൻ കാരണമാണ് ഇവനിങ്ങനെ പഠിക്കാതെ ഒലപ്പി നടക്കുന്നതെന്ന്. പക്ഷേ അങ്ങനെ പറഞ്ഞ് മിസ്സ് കൈയൊഴിയല്ലേ. എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഫീസ് കൊടുത്താണ് ഇവനെ ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ പൂർണ്ണ ഉത്തരവാദിത്വം ഈ സ്കൂളിനുണ്ട് അല്ലേ. അപ്പം മിസ്സും ഇവനെ നന്നായിട്ട് നോക്കണം. ഞാൻ മാത്രം നോക്കിയാൽ പോരാ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ ജോലി തിരക്കിനിടയിൽ ഇവരെ 2 പേരെയും നോക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. നോ, നിങ്ങൾ എന്താണ് പറയുന്നത്? ബാക്കിയുള്ള കുട്ടികളൊക്കെ നന്നായിട്ട് മാത്സൊക്കെ എല്ലാ ദിവസവും ഹോംവർക്കൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ എല്ലാ ആക്ടിവിറ്റീസും അന്നന്ന് തന്നെ സബ്മിറ്റ് ചെയ്യാറുണ്ട്. എല്ലാവരുടെ വർക്ക് കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. ബട്ട് പീറ്റർ ഒന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല. ഇതുവരെയുള്ള ആക്ടിവിറ്റീസ് തന്നെ നിങ്ങൾ നോക്കൂ, ഒന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ എക്സാമിലാണെങ്കിൽ പ്രാക്ടീസും ചെയ്യുന്നില്ല, ക്വസ്റ്റ്യൻസൊക്കെ ഒന്നും എഴുതുന്നില്ല. അതാണ് മെയിൻ പ്രോബ്ലം. പണ്ടൊക്കെ ഇവൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. ഫസ്റ്റ് ഞാൻ ഇവനെ ക്ലാസ് പഠിപ്പിക്കുമ്പോഴൊക്കെ ഇവൻ നന്നായിട്ട് എക്സസൈസൊക്കെ വേഗം ചെയ്ത് തീർക്കാറുണ്ടായിരുന്നു. ഈ ഇടയായിട്ട് എന്താണെന്ന് അറിയില്ല, പീറ്ററിന് ഭയങ്കര സ്റ്റഡീസിനൊക്കെ ബാക്കോട്ടേക്കാണ് പോകുന്നത്. ഇവൻ പഠിക്കുന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ കൈയൊഴിയരുത്. ഇവൻ എന്തുകൊണ്ട് പഠിക്കുന്നില്ല അത് നിങ്ങൾ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. ഇവൻ പഠിക്കുന്നില്ലെങ്കിൽ ഇവനെ പഠിപ്പിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. അതിന് നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഞാൻ ഇവരെ ഈ സ്കൂളിൽ ചേർത്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീട് ഈ നാട്ടിൻ പ്രദേശത്തിലാണ്. അപ്പോൾ പോയി വരാൻ വേഗം എളുപ്പമുള്ള സ്ഥലം ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവനെ ഇവിടെ ചേർത്തത്. അടുത്തോളം എന്തായാലും ഞങ്ങൾ ടൗണിലേക്ക് താമസം മാറുകയാണ്. അപ്പോൾ അടുത്തോളം ഞങ്ങൾ ടൗണിൽ ഇതേ ഫീസ് വരുന്ന നല്ല ഫെസിലിറ്റീസുകളും മറ്റുള്ള നല്ലൊരു സ്കൂളിലേക്ക് ഇവനെ ഞങ്ങൾ മാറ്റി ചേർക്കും. നിങ്ങൾ ആരുടെ പേരൻ്റാണ്? കിരണിൻ്റെ അല്ലേ? ഇരിക്കും. എന്ത് നല്ല കുട്ടിയായിരുന്നു അവൻ ചെറുപ്പത്തിലൊക്കെ. LKG UKG പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നൊരു കുട്ടിയായിരുന്നു അല്ലേ. പിന്നെ ആ കൊറോണ വന്നപ്പോൾ തൊട്ട് പിന്നെ മുതൽ ഇവൻ അധികം പഠിത്തത്തിലൊന്നും ശ്രദ്ധയില്ല. ക്ലാസ്സിലൊക്കെ മറ്റുള്ള കുട്ടികളോട് ഫുൾ ടൈം വർത്താനം പറഞ്ഞിരുന്ന് ക്ലാസ് ഡിസ്റ്റർബ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവൻ്റെ സ്വഭാവം ഉള്ളത്. പിന്നെ ക്ലാസ്സിൽ ഫുൾ കുരുത്തക്കേടാണ്. ഇവനെ പറ്റിയിട്ട് എല്ലാ ദിവസവും കംപ്ലൈൻ്റ് ആയിരിക്കും. സ്കൂൾ ലീഡർമാരൊക്കെ എപ്പോഴും വന്ന് ഇവനെ പറ്റി കംപ്ലൈൻറ്റ് പറയും. മിസ്, ഞാൻ എന്നാ മിസ് ഇവനെ ചെയ്യണ്ടേ? ഇവൻ വീട്ടിലെത്തിയപാട് TV കാണാൻ തുടങ്ങും. അല്ലെങ്കിൽ കണ്ട് പിള്ളേരോ കളിക്കാൻ പോകുന്നുണ്ടാവും. പിന്നെ ഒരു 7-8 മണിയാവും വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാലോ ബുക്ക് എന്ന് പറഞ്ഞ സാധനം തൊട്ട് നോക്കൂല മിസ്സേ. അന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അന്നെ പേടിപ്പിക്കാൻ നോക്കുക. അന്നെ ഒറ്റ പേടിയില്ല. ആകെ പേടിയില്ലെങ്കിൽ ഇവൻ്റെ അച്ഛനാണ് ഇപ്പോൾ ഗൾഫിലായില്ലേ. അതുകൊണ്ട് അവർ വിളിക്കുമ്പോൾ മാത്രം കുറച്ച് അനുസരണ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു പേടിയില്ല മിസ്സേ. ഞാൻ എന്നാ മിസ് ഇവന് ചെയ്യണ്ടേ? ഇവൻ എങ്ങനെ പാസ്സാവും? മാഡം, ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഞാൻ ഇവൻ്റെ കുസൃതികളും കുറുമ്പുകളും ഒന്നൊക്കെ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും ഒന്ന് വീട്ടിൽ നിന്ന് ഇവനെ ശ്രദ്ധിക്കുക. ഇവന് ഇപ്പോൾ പഠിത്തത്തിൽ നിന്ന് കുറച്ച് ഉഴപ്പുന്നുണ്ട്. അതിൽ ഇവനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ക്ലാസ്സിലെ ഭൂരിഭാഗം ആൺകുട്ടികൾ ഇപ്പോൾ ഇങ്ങനെ കുസൃതികളും കുറുമ്പുകളൊക്കെ ആയിട്ട് നടക്കുകയാണ്. അത് പൊതുവേ ബോയ്സ് അങ്ങനെയാണല്ലോ. അതത്ര വലിയ പ്രശ്നമായിട്ട് നമ്മൾ എടുക്കുന്നില്ല. ഇവരുടെ ഈ പ്രായത്തിൽ കുറുമ്പും കുസൃതികളൊക്കെ നല്ലതാണല്ലോ. അതുകൊണ്ട് നമ്മൾ പലതും കണ്ണടച്ച് നിൽക്കാറാണുള്ളത്. അതുകൊണ്ട് നിങ്ങളധികം വിഷമിക്കൊന്നും വേണ്ട. ഇവൻ നല്ല കുട്ടി തന്നെയാണ്. ഇപ്പം ചെറുതായിട്ട് പഠിപ്പിൽ നിന്ന് ഉഴപ്പുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപർണയുടെ അമ്മ എന്താണ് ഇത്ര വൈകിയത്? ഓഫീസിൽ പോയിട്ടാണോ വരുന്നത്?
പിന്നെ അപർണയെ പറ്റിയിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ സബ്ജക്റ്റിലും 100% ഓക്കെയാണ്. എല്ലാ സബ്ജക്റ്റിലും ഫുൾ മാർക്കാണുള്ളത്. ഒറ്റ മാർക്ക് പോലും അവൾ ലോസ് ചെയ്തിട്ടില്ല. നല്ല മോളാണ് കേട്ടോ. എല്ലാ കുട്ടികൾക്കും മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണ് അപർണ. അവളുടെ കാര്യങ്ങളൊക്കെ അവൾ തന്നെ സ്വയം ചെയ്യും. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനും ഹസ്ബൻഡും അവൾക്ക് ക്ലിയറാക്കി കൊടുക്കും. എന്താണ് ചെയ്യേണ്ടത് അതൊക്കെ ഞങ്ങൾ ക്ലിയറാക്കി കൊടുക്കും. അന്നന്നത്തെ ഹോംവർക്കൊക്കെ അവൾ കൃത്യമായിട്ട് ചെയ്യും. ആർട്സിലായാലും സ്പോർട്സിലായാലും അവൾ എല്ലാത്തിലും പങ്കെടുക്കും. പിന്നെ ഹോംവർക്കൊക്കെ അന്നന്ന് തന്നെ സബ്മിറ്റ് ചെയ്യും. ആക്ടിവിറ്റീസ് ആവട്ടെ അതൊക്കെ കൃത്യം ഡ്യൂ ഡേറ്റ് കഴിയുന്നതിന് മുൻപ് തന്നെ അവൾ സബ്മിറ്റ് ചെയ്യും. നല്ലൊരു കുട്ടിയാണ് കേട്ടോ. ഇവളെ പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ സ്കൂളിലെ എല്ലാ ടീച്ചർക്കും അപർണയെ പറ്റി അറിയാം. ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് അപർണയെ പറ്റിയിട്ട്. നല്ല കുട്ടിയാണ്. എല്ലാ കുട്ടികൾക്കും മാതൃകയാക്കാൻ പറ്റുന്നൊരു കുട്ടിയാണ് അപർണ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. വീട് നിർമ്മാണത്തിന് ആവശ്യമായി കട്ടള, ജനൽ, ഡോർ, ജനൽ ഫ്രെയിം വിലക്കുറവിലും ക്വാളിറ്റിയിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന മരത്തിലും ഡിസൈനിലും ആധുനിക മോഡലിൽ നിർമ്മിച്ചു നൽകുന്നു. മൈസൂർ വുഡ് ട്രേഡിംഗ്, നിയർ പെട്രോൾ പമ്പ്, കൊളച്ചേരി. മൊബൈൽ 9142744442 7031994444.